പുതുപ്പള്ളി പള്ളിവാസം ഗീവർഗീസ് നാമനാദം അശ്വാരൂഢം വ്യാളിനാശം നിത്യം ഭജേ കാവൽനാദം. വചനപ്രഭ ചൊരിയൂ പരിശുദ്ധാത്മാവേ, നിത്യമഹത്വം നീ, നിസ്തുല സ്നേഹം നീ, സ്വർഗസ്ഥാനപതി സർവചരാധിപതി, വിശ്വസ്നേഹനിധി ത്യാഗമതി, നിത്യപ്രാർത്ഥനയിൽ ദിവ്യകടാക്ഷം നീ. ധന്യസഭാ ഗുരുവേ കൃപ ചൊരിയൂ, ധന്യസഭാ ഗുരുവേ കൃപ ചൊരിയൂ, ധന്യസഭാ ഗുരുവേ കൃപ ചൊരിയൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് നമസ്കാരം, വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഞാൻ ലൈവിലായിരുന്നു സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പലതവണ ലൈവ് ചെയ്തിട്ടും എനിക്ക് ചിലപ്പോൾ ഒക്കെ ഇടയ്ക്ക് ആ പറയുന്ന ടൈമിൽ എനിക്ക് ലൈവ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈവ് സമയത്ത് അത് പ്രോപ്പറായിട്ട് ആ ടൈമിൽ നിങ്ങളുടെ മുന്നിൽ വരാൻ എനിക്ക് പറ്റുന്നില്ല, കാരണം എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ് കാണും. അതിപ്പോൾ ഞാൻ ഓർത്തു ഒരു വീഡിയോ ആയിട്ടാകുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. മറ്റേ ഞാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് മാറ്റുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാവും. ഓക്കെ, എനിക്കും അങ്ങനെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വീഡിയോ ആയിട്ട് ഇനി ഇടുവാണേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നേക്കുന്നത്. സൂപ്പർസ്റ്റിഷൻ. നമുക്കറിയാം, അന്ധവിശ്വാസം അല്ലേ, നമ്മുടെ എല്ലാ സമൂഹത്തിലും എല്ലായിടത്തും ഉള്ളൊരു സംഭവമാണ് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അല്ലേ. കോമണായിട്ട് എല്ലായിടത്തും നമ്മൾ കണ്ടുവരുന്ന സംഭവമാണ്. ചിലത് നമ്മുടെ വിശ്വാസങ്ങളെ ബേസ് ചെയ്തായിരിക്കും, ചിലത് അല്ലാത്ത ഓരോ പറച്ചിലുകളെ പണ്ട് തൊട്ടേ പറഞ്ഞു വന്നിങ്ങനെ കേട്ട് നമുക്കതൊരു ഒരു അന്ധവിശ്വാസം നമ്മുടെ മനസ്സിൽ തങ്ങുന്നതായിരിക്കും. അപ്പം ചിലർക്ക് നമുക്ക് അന്ധവിശ്വാസം എന്ന് പറയുന്നത് അവരുടെ സംബന്ധിച്ചോളം അത് വിശ്വാസമായിരിക്കും അല്ലേ. അത് വളരെ മോഡേൺ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് ഇച്ചിരിയൊക്കെ ഫാക്ട്സായിട്ട് അതിൽ ബിലീവ് ചെയ്യുന്ന ആൾക്കാർക്ക് തോന്നുന്നതും അവർക്കതൊരു അന്ധവിശ്വാസമായിട്ട് തോന്നും അല്ലേ. അങ്ങനെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാൽ എല്ലാവർക്കും അന്ധവിശ്വാസം എന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്, അതെങ്ങനെയാണത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ever since a long time we have seen man believe in some kind of power unseen. നമുക്കറിയാം നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പം അതുപോലെ തന്നെ നമുക്കറിയാം ദൈവമുണ്ടെങ്കിൽ അതിനൊരു എതിർ ശക്തിയും ഉണ്ട് അല്ലേ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ ഒരു കാണാത്തൊരു പവറിൽ എപ്പോഴും മനുഷ്യന് വിശ്വാസമുണ്ട് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ കാണുന്നില്ല, പക്ഷെ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു അല്ലേ. അപ്പം ദൈവം ഉണ്ടെങ്കിൽ നല്ലതുണ്ടെങ്കിൽ തിന്മയും കാണും. അതും നമ്മൾ വിശ്വസിക്കുന്നൊരു കാര്യമാണ് അല്ലേ. കോമണായിട്ട് എല്ലാവരും വിശ്വസിക്കുന്നൊരു കാര്യമാണ്. നമ്മളതിനെ കാണുന്നില്ലെങ്കിലും ഈ ഒരു ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫോഴ്സ് അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേത്രങ്ങൾ കൊണ്ട് നമുക്കതിനെ കാണാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ. പക്ഷേങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പല സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇങ്ങനത്തെ നമ്മുടെ ആ ചിന്തകൾ അല്ലെങ്കിൽ നമുക്കിങ്ങനെ വരുന്ന ഫീലിങ്സാണ് നമുക്ക് അന്ധവിശ്വാസങ്ങളായിട്ട് പിന്നീട് അത് മാറുന്നത് അല്ലേ. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കൊരു അന്ധവിശ്വാസമായിട്ട് മാറും. ഓക്കെ, എനിക്ക് അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നേ. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം എക്സാം സമയത്തൊക്കെ പോകുമ്പം എനിക്കൊരു ചുരിദാറുണ്ട്, പർട്ടിക്കുലർ ചുരിദാർ. അപ്പം ആ ചുരിദാർ ഇടുമ്പോൾ എനിക്ക് എക്സാമൊക്കെ ഒരുമാതിരി എളുപ്പമാണ്. സത്യം പറയുന്നത് ചുരിദാറിനെ വലിയ ബേസ് ചെയ്താണ്, ഒന്നും അല്ല അല്ലേ. പക്ഷേ നമ്മുടെ ഒരു ഫീലിംഗ് അല്ലേ, നമുക്കൊരു കോൺഫിഡൻസ് ഇതിട്ടാൽ എനിക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, നമ്മുടെ ഒരു ഫീലിംഗ്. ഞാനപ്പോൾ എൻ്റെ എക്സാം കഴിയുന്ന വരെ എന്തോ ചെയ്യും, ഈ ഒരു ചുരിദാർ കഴുകി അത് തന്നെ അങ്ങ് ഇടും. ഓക്കെ, അത് എൻ്റെ ഒരു കോൺഫിഡൻസാണ് അല്ലേ. എന്നാൽ ഒരു ദിവസം കാണാൻ ഇട്ടില്ലെങ്കിൽ അന്ന് എക്സാം ബുദ്ധിമുട്ടാണെങ്കിൽ അയ്യോ എൻ്റെ ആ ചുരിദാർ ഇടാഞ്ഞുകൊണ്ട് പെർട്ടിക്കുലർ ചുരിദാർ ഇടാഞ്ഞുകൊണ്ടാണ് എൻ്റെ എക്സാം ഇന്ന് കുളമായത്. അതേ സമയത്ത് നമ്മൾ ശരിക്കും പഠിക്കാത്തതുകൊണ്ടായിരിക്കും കുളമായത് അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്. ചിലപ്പോൾ നമ്മളത് കംഫർട്ടായിരിക്കും, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്നൊരു കാര്യമായിരിക്കാം അത്
ചില ചില ഡ്രസ്സുകൾ, ചില ഹെയർ സ്റ്റൈൽസ്, നമ്മുടെ ഗെറ്റപ്പൊക്കെ നമുക്ക് കോൺഫിഡൻസ് നൽകുന്നതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഓരോ ഫീലിങ്സ് വരും അല്ലേ. ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ലതായിരുന്നു, അത് ചെയ്യാതിരുന്നിട്ട് എന്തോ ഒരു പ്രശ്നം അല്ലേ. ഇതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് എന്ന് പറയാം. നമുക്ക് ഇതിനൊന്നും സയൻറ്റിഫിക് എവിഡൻസ് ഒന്നുമില്ല, നമ്മളങ്ങ് വിശ്വസിക്കുക ഇങ്ങനെയാണ്. നമുക്കതുകൊണ്ട് എപ്പോഴും ഒരു കംഫർട്ട് തോന്നുന്നതുകൊണ്ട് നമ്മളതങ്ങ് വിശ്വസിക്കുക. നമുക്ക് ഇതെന്ന് പറഞ്ഞൊരു റീസൺ ഇല്ല ഈ സൂപ്പർസ്റ്റിഷൻസ് ബിലീവ് ചെയ്യാൻ. പിന്നെ സയൻറ്റിഫിക്കലി ഒന്നും പ്രൂവ് ചെയ്ത കാര്യങ്ങളും ആയിരിക്കത്തില്ല. എന്നാൽ ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും ഇന്ന ഒരു രാജ്യത്തെന്നോ ഒന്നുമില്ല, ലോകമെമ്പാടും എല്ലായിടത്തും ഈ ഒരു അന്ധവിശ്വാസങ്ങൾ നിലകൊള്ളുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് സൂപ്പർസ്റ്റിഷൻസ് ഉത്ഭവിക്കുന്നത്. ഓക്കെ, മനുഷ്യന് ഈ സൂപ്പർസ്റ്റിഷൻസ് ബിലീവ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്? അവൻ്റെ മനസ്സിലൊരു ഫീലിംഗ് വന്നു. മനുഷ്യൻ ആരുടെ കരുണയിലാണ് ജീവിക്കുന്നത്? ഈ പ്രകൃതിയിലുള്ള ഓരോ നാച്ചുറൽ ഫോഴ്സിൽ, നാച്ചുറൽ എലിമെൻറ്റിന്, നാച്ചുറൽ ഫോഴ്സിൻ്റെ കരുണയിലാണ് ജീവിക്കുന്നത് അല്ലേ. നമ്മൾ ദൈവവിശ്വാസമുള്ളവർ അതിനെ ദൈവം എന്ന് വിളിക്കുന്നു അല്ലേ. അല്ലാത്തവർ അതിന് നേച്ചറിൻ്റെ ഒരു ശക്തി, ഒരു നാച്ചുറലിസ്റ്റ് എന്ന് പറയും അവർ അല്ലേ. അവരെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? പ്രകൃതിയാണ് അമ്മ, പ്രകൃതി എന്ന ശക്തി, ഒരു എനർജി അല്ലേ എന്ന് വിശ്വസിക്കും. അപ്പോൾ ഇങ്ങനെ മറ്റേ വിശ്വാസമുള്ളവർക്ക് ഓരോരുത്തരും ഓരോ റിലിജൻ അനുസരിച്ച് അത് വിശ്വസിച്ചു പോകും. അതുപോലെ ചില സൂപ്പർസ്റ്റിഷൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മുടെ മൂല്യങ്ങൾ, സൊസൈറ്റിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ചില മൂല്യങ്ങളിനെ ബേസ് ചെയ്താണ് ചില സൂപ്പർസ്റ്റിഷൻസൊക്കെ ഫോം ആകും. ഓക്കെ, അതായത് സം സൂപ്പർസ്റ്റിഷൻസ് വർ ക്രിയേറ്റഡ് ബിക്കോസ് ഓഫ് സോഷ്യൽ വാല്യൂസ്. നമ്മുടെ സോഷ്യൽ വാല്യൂസിനെ ബേസ് ചെയ്താണ് ചില സൂപ്പർസ്റ്റിഷൻസൊക്കെ ഫോം ചെയ്യുന്നത്. പണ്ട് കാലം തൊട്ടേ നമുക്കറിയാം പ്രകൃതിയെ വേർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രകൃതിയിലെ ചില ഫോഴ്സസിനെ അല്ലേ, കാറ്റിനെ അല്ലെങ്കിൽ മൂണിനെ ഒക്കെ വേർഷിപ്പ് ചെയ്യുന്ന ആൾക്കാർ, പ്ലാനറ്റ്സിനെ അല്ലേ, ഇതിനൊക്കെ വേർഷിപ്പ് ചെയ്യും അല്ലേ. അതൊക്കെ ഒരു ബിലീഫാണ്. ചിലപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഒരു വിഭാഗം ആൾക്കാരുടെ ബിലീഫായിരിക്കാം ഇത് അല്ലേ. കോമൺ ആയിട്ട് നോക്കുമ്പോൾ എല്ലാവരും ഒരു സൂപ്പർസ്റ്റിഷനാണെന്ന് പറയും, എന്നാൽ ചിലർക്ക് അത് അവരുടെ റിലിജനുമായിട്ട് ബേസ് ചെയ്തുള്ള ബിലീഫായിരിക്കും. നമുക്ക് ഈ ഗ്രീക്സിൻ്റെ ഇടയിലൊക്കെ, ഗ്രീക്കുകാരുടെ ഇടയിലൊക്കെ ഇങ്ങനത്തെ ബിലീഫ്സ് ഒരുപാട് മിത്തോളജിക്കൽ സ്റ്റോറീസ് ഉണ്ട്. അവർക്ക് ഇതിൻ്റെ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് ഉള്ള സ്റ്റോറീസ് ഉണ്ട് അല്ലേ. ഇങ്ങനെ ഒത്തിരി അന്ധവിശ്വാസങ്ങളും അവരുടെ വിശ്വാസങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അവിടെ അവർക്ക് ഒരുപാട് ഫോം ഓഫ് ഗോഡ്സ് ആൻഡ് ഗോഡസസ് ഉണ്ട് അല്ലേ. ഒരുപാട് ദൈവങ്ങളും അതുപോലെ ദേവതമാരും ഒക്കെ അവരുടെ സങ്കല്പത്തിൽ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ട്രഡീഷനിലും നമുക്കറിയാം ഒരുപാട് അങ്ങനത്തെ വേർഷിപ്സും നിലകൊണ്ട് പോന്നിരുന്നു അല്ലേ. നമുക്കറിയാം ആൾക്കാർ പ്ലാനറ്റ്സിനെയും സ്റ്റാറിനെയും അതുപോലെ പ്ലാന്റ്സിനെയും അല്ലേ, ചെടികളെയും മരങ്ങളെയും ഒക്കെ വേർഷിപ്പ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു വിഭാഗമുണ്ട് അല്ലേ. അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേർഷിപ്പ് ചെയ്യും. അവർ ബിലീവ് ചെയ്തത് ഇതിനൊക്കെ ഈ പ്ലാനറ്റ്സിന്, അതുപോലെ നമ്മൾ ഈ അസ്ട്രോളജി അല്ലേ, അസ്ട്രോളജി നമ്മുടെ പ്ലാനറ്റ്സിന് നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ ബേസ് ചെയ്താണ് അസ്ട്രോളജിയൊക്കെ ഫോം ചെയ്യുന്നത് അല്ലേ. അസ്ട്രോളജിക്കൽ നോളജൊക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മളെല്ലാവരും നാള് നോക്കും അല്ലേ. അതുപോലെ പണ്ടൊക്കെ കലണ്ടറിൻ്റെ പുറകിലുണ്ടായിരുന്ന നാൾ, ഇപ്പോൾ ആണെങ്കിൽ അതിൻ്റെ കോഡ് പോലെ കൊടുത്തേക്കുന്നത് അല്ലേ. നമ്മൾ അത് സ്കാൻ ചെയ്തൊക്കെയാണ് നാള് നോക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു വർഷം എങ്ങനെ ആയിരിക്കും അല്ലേ, അതൊക്കെ നോക്കാൻ ആൾക്കാർക്ക് പൊതുവേ എല്ലാവർക്കും ഇൻട്രസ്റ്റാണ് അല്ലേ. എനിക്കും ഇൻട്രസ്റ്റ്, ഞാനും ഇതൊക്കെ ഇൻട്രസ്റ്റഡാണ്. നമ്മൾ നോക്കും, വലിയ വിശ്വാസമൊന്നും അതിലില്ലെങ്കിലും ജസ്റ്റ് എന്താണെന്നറിയാൻ നമ്മൾ നോക്കും അല്ലേ. അതുപോലെ നമുക്ക് ഒരു വഴിക്ക് ഇറങ്ങുവാണെങ്കിൽ അല്ലേ, നമുക്ക് ചില ശകുനങ്ങളൊക്കെ അല്ലേ ആൾക്കാർ പണ്ട് തൊട്ടേ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു വന്ന ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് ശരിയായിരിക്കാം, ചിലപ്പോൾ അത് തെറ്റായിരിക്കാം അല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട്. പക്ഷേ അത് ചിലപ്പോൾ നമ്മളങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്കത് ശരിയായിട്ട് വരുന്നത്, അതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേങ്കിൽ ചില ബിലീഫ്സ് അത് നമുക്ക് ഒരിക്കലും നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റാത്ത പോലെ മനുഷ്യരുടെ ലൈഫുമായിട്ടങ്ങ് മിങ്കിളായങ്ങ് വരും അല്ലേ. അത് നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ പറഞ്ഞ് വരുമ്പം
ഓരോ തലമുറ കൈമാറി കൈമാറി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലങ്ങ് ഇൻവോൾവായിട്ട് ഇരിക്കും. എപ്പോഴും നമുക്ക് ആ ഒരു വിശ്വാസം അറിയോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈ പല്ല് ചലയ്ക്കുമ്പോൾ നമ്മൾ പറയും, ഓ ഞാൻ പറഞ്ഞ കാര്യം ശരി, അതുകൊണ്ട് പല്ല് ചലയ്ക്കുന്ന കണ്ടില്ലേ അല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പം നമുക്കറിയാം ചില രോഗങ്ങൾ വരുമ്പം അല്ലേ, അതൊക്കെ നമ്മൾ പിന്നെ കണ്ണേർ ദോഷം, അതുപോലെ പിന്നെ ആ ഈവിൾ സ്റ്റാറിൻ്റെ ഇൻഫ്ലുവൻസാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ചില നക്ഷത്രത്തിൽ ജനിച്ച ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ആ ഫാമിലിയിൽ നല്ലതാണെങ്കിൽ അവൻ ഭയങ്കര ഐശ്വര്യമുള്ള നക്ഷത്രമാണ് അല്ലേ, വെച്ചടി അവൻ്റെ കുടുംബത്തിൽ ആ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞാൽ പിന്നെ കയറ്റമാണ്. അല്ലെങ്കിൽ കഷ്ടകാലത്തിന് ആ സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആ ഫാമിലി വന്നു കഴിഞ്ഞാൽ എന്തോ പറയും, എല്ലാം ആ പാവം പിടിച്ച കൊച്ചിൻ്റെ തലയിൽ വെക്കും അല്ലേ, കുഞ്ഞിൻ്റെ നക്ഷത്രം കൊണ്ടാണെന്ന് പറയും അല്ലേ. പക്ഷെ കുഞ്ഞ് വല്ല തെറ്റും ചെയ്യുന്നോ, അത് നിരപരാധി അല്ലേ, അതിനിപ്പോൾ ചെയ്യാൻ എന്തെങ്കിലും പറയാനും, അതിൻ്റെ ജനനം ആ സമയത്താണ് നടന്നത് അല്ലേ, അതിനൊന്നും പറയാൻ പറ്റുകയില്ല, അതിനെ കുറ്റം പറയാൻ പറ്റുകയില്ല അല്ലേ, അതിന് ഒരു പരിഹാരവും കാണാനൊക്കത്തില്ല, അത് ആ കുഞ്ഞിൻ്റെ തെറ്റല്ല അല്ലേ. അപ്പം അങ്ങനെ അങ്ങനെ ചില പറച്ചിലുകൾ നമ്മൾ ഇങ്ങനെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. നമ്മുടെ ഈസ്റ്റിലുള്ള ആൾക്കാർ മാത്രമല്ല, വെസ്റ്റേൺ ആൾക്കാരും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ ഷേക്സ്പിയറുടെ കഥകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഈ ഓമൻസ്, അതുപോലെ വിച്ചസ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നമുക്ക് തന്നെ ഫാരി ടെയിൽ സ്റ്റോറീസ് അല്ലേ, എല്ലാ രാജ്യങ്ങളിലും അതിൻ്റേതായിട്ടുള്ള ഫാരി ടെയിൽ സ്റ്റോറീസ് കാണും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ ഓരോ നാടൻ കഥകളുണ്ട്. ഈ നാടോടിപ്പാട്ട് വഴി ഓരോ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, പഴയകാല കഥകളും അല്ലേ. പിന്നെ ഒരു പോയമുണ്ടല്ലോ, എന്നാ ഒരു കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ തൻ്റെ കണ്ണ് ചൂഴ്ന്നു ഭൂതത്തിന് കൊടുത്തിന് അമ്മയുടെ കഥ അല്ലേ. അതൊക്കെ പോയട്രിയുടെ രീതിയിൽ നാടോടി പാട്ടുകൾ നമ്മൾ അങ്ങനത്തെയൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. ഒടുവിൽ ഭൂതം കണ്ണ് അമ്മയുടെ എന്ന് ചോദിച്ചു, അമ്മ കണ്ണ് ചൂഴ്ന്നെടുത്ത് കൊടുത്തു കഴിഞ്ഞ് ഭൂതം പറയുന്നുണ്ട്, വേറൊരു കൊച്ചിനെ വേറൊരാണ്ട് മരക്കഷ്ണം കൊണ്ടൊക്കെ ഉണ്ടാക്കി കുട്ടിയെ കൊടുത്തു. ഒടുവിൽ അമ്മ ഭൂതത്തെ ശപിക്കാൻ തുടങ്ങുമ്പോൾ ഈ കുട്ടിയെ തിരിച്ചു കൊടുക്കുന്ന അല്ലേ ആ സ്റ്റോറി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വിശ്വാസങ്ങൾ പണ്ട് തൊട്ടേ ഇങ്ങനത്തെ കഥകളും ഒക്കെ നമ്മൾ നാടോടി കഥകളും നാടൻ പാട്ടുകളും അല്ല ഇങ്ങനത്തെ ഓരോ സ്റ്റോറീസൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇതൊക്കെ ചിലതൊക്കെ സൂപ്പർസ്റ്റിഷ്യൻസ് ബിലീഫ്സാണെന്ന് നമുക്ക് പറയാം. ചിലതിലൊക്കെ അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അല്ലേ. എന്നാൽ പിന്നെ വളരെ എപ്പോഴും ആരെങ്കിലും തിരിയുന്നതിനൊക്കെ നമുക്ക് സൂപ്പർസ്റ്റിഷൻ വെച്ചുകൊണ്ടിരിക്കാനൊക്കെ അതില്ല അല്ലേ. കുറച്ചൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിരിക്കണം അല്ലേ. എന്നാൽ പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം അനങ്ങുന്നതൊക്കെ നമുക്ക് സൂപ്പർസ്റ്റിഷനെന്ന് പറയാനും പറ്റുകയില്ല. എന്നാൽ പിന്നെ എല്ലാം പ്രശ്നം, അങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നമാണ്, ഇങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നം, അത് രാശിയുടെ കുഴപ്പമാണ്, അത് നാളിൻ്റെ കുഴപ്പമാണ് എന്ന് പറയുന്നതും ശരിയല്ല അല്ലേ. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിന് എല്ലാ തടസ്സങ്ങളും മാറ്റാനുള്ള കഴിവുണ്ടല്ലേ ഗോഡ് അല്ലേ. അതൊരു ട്രൂത്താണ്, സൂപ്പർസിഷൻ അല്ലേ. ദൈവം എന്ന് പറയുന്നൊരു സത്യമാണ്, പരമസത്യമാണ് അല്ലേ. അതിൽ വിശ്വസിക്കുക. ഏത് പ്രശ്നം, എന്ത് നാളെ പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് സൂപ്പർസിഷ്യസ് ബിലീഫ്സ് നമ്മൾ ഉദ്ദേശിച്ച പോലെ തെറ്റായ സംഭവം കണ്ടാലും അല്ലെങ്കിൽ ശകുനം പഴിച്ചാലും ഒക്കെ എന്താണ്, നന്നായിട്ട് ദൈവത്തെ വിളിച്ചുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ തമ്പുരാനെ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലേ യാതൊരു പ്രശ്നവും വരത്തില്ല അല്ലേ. അങ്ങനെ സംഭവിക്കും. അങ്ങനെ പല അവസരങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം വെള്ളപ്പൊക്കമൊക്കെ വന്ന് ഓരോ ക്യാമ്പുകളിലൊക്കെ ആകുന്ന സമയത്തൊക്കെ നമുക്ക് ഈ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സിനൊന്നും നോക്കാൻ സമയമില്ലായിരുന്നു അല്ലേ. എല്ലാവരും ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഒക്കെ വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു അല്ലേ. അങ്ങനെ ഒരു അത്യാവശ്യം വരുന്ന സമയം നമുക്ക് ഈ ഇങ്ങനത്തെ ബിലീഫ്സിനൊന്നും ഒരു സ്ഥാനം ഇല്ലാതാകുന്നൊരു സമയം അല്ലേ. നമുക്ക് രാത്രിയിൽ പുറത്ത് ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുവാണെങ്കിൽ അന്നേരവും നമ്മുടെ ഈ അന്ധവിശ്വാസങ്ങൾക്കൊന്നും ഒരു സ്ഥാനം ഇന്ന സമയത്ത് പുറത്തിറങ്ങരുത് അല്ലേ, രാത്രിയിൽ അപകടമുണ്ടൊന്നും നമ്മൾ നോക്കത്തില്ല അല്ലേ. നമ്മൾ ആൾക്കാരെയും കൊണ്ടുപോടും അല്ലേ. അപ്പം അതും ഒക്കെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്, ഈ സിറ്റുവേഷൻസൊക്കെ കംഫർട്ടബിൾ ആണെങ്കിലേ നമുക്ക് ഈ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് ഒക്കെ കൊണ്ട് നിൽക്കാനൊക്കെയുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ഒന്നും കാണത്തില്ല, കാരണം നമുക്ക് അതിനുള്ള സമയം കാണത്തില്ല. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ പല നമുക്കറിയാം ബ്ലാക്ക് ക്യാറ്റ് നമ്മളൊരു വഴിക്ക് ഇറങ്ങുമ്പം കുറുകെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ദോഷമാണ് അല്ലേ. പണ്ട് തൊട്ടേ ഒരു
പറച്ചിലുണ്ട് അല്ലേ, കരിമ്പൂച്ച അല്ലേ, അത് വഴി മുടക്കിയല്ലോ അശകുനമ അല്ലേ എന്ന് നമ്മളിങ്ങനെ പറയും. അതുപോലെ നമുക്കറിയാം ഈ പട്ടിയൊക്കെ ഓലി ഇടുമ്പോൾ അയ്യോ പ്രേതം ഇറങ്ങി അല്ലേ നമ്മൾ പറയാറുണ്ടല്ലേ, നമുക്കത് പേടിയാണ്. നമ്മൾ ഓർക്കും പ്രേതം ഇറങ്ങിയിട്ടാണ് പട്ടി ഓലി ഇടുന്നത്. ഈ ഒരു ടിക്ടോക്ക് വീഡിയോ ഞാൻ കണ്ടേ, ഈ പ്രേതം ഇറങ്ങുമ്പോൾ മാത്രമല്ല പട്ടി ഓലി ഇടുന്നത്. ആ ഒരു ടിക്ടോക്കിൽ ഞാൻ കണ്ടത് അവിടുത്തെ ആ വീട്ടിലെ കുറേ സ്ത്രീകളെ എന്തോ ഒരു ഫങ്ഷനുണ്ട്, അപ്പം അവർ ഈ കുരവ ഇടുമല്ലോ, അതൊരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അവരുടെ പെറ്റ് ഡോഗ് ആണെന്ന് തോന്നുന്നു, അവിടെ ഒരു ഡോഗും ഉണ്ട്. അപ്പോൾ ഈ സ്ത്രീകളെല്ലാം കുരവിടുന്ന കണ്ടപ്പം അതിൻ്റെ കൂടെ ഈ പട്ടി അങ്ങോട്ട് ഓലി ഇടാൻ തുടങ്ങി. ഓക്കെ, നമുക്ക് പറയാൻ ഒക്കുമോ പ്രേതം ഉണ്ടെന്ന്? ഇല്ലല്ലേ. പട്ടി ഓർത്തു ആ സമയത്ത് ഓലിടേണ്ട ഒരു ചടങ്ങാണ്. ഈ മനുഷ്യരെല്ലാം ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, അവർ ആ ഒരു പ്രത്യേകതരം സൗണ്ട് പുറപ്പെടുവിക്കുമ്പോൾ കുരവയിടുമ്പോൾ പട്ടി ഓർത്തു അതിൻ്റെ ഭാഗത്തുനിന്നും ഒരു കുറവും വേണ്ട, വീട്ടുടമയ്ക്ക് സന്തോഷമായിക്കോട്ടെ എന്നോർത്ത് അതും ഓലി ഇടാൻ തുടങ്ങി. അപ്പം നമുക്ക് മറ്റേ കൊണ്ട് മാത്രമാണ് ഓലി ഇടുന്നതെന്ന് പറയാനും പറ്റുകയില്ല. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻസിന് ഒരുപാട് സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് ഉള്ളവരാണ് അല്ലേ. പണ്ട് തൊട്ടേ ഞാൻ ഓർക്കുന്നു, ഞാൻ എൻ്റെ ഫാദറിൻ്റെ കുടുംബത്തിൽ താമസിച്ചുകൊണ്ട സമയത്ത്, കുട്ടിയായിരുന്ന സമയത്തെ, അപ്പം ഞങ്ങളവിടെ വീട്ടിൽ അവധിക്ക് എൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും കൂടെ ഞാൻ ഫാദറിൻ്റെ കുടുംബത്തെത്തുമ്പം ഞങ്ങളിങ്ങനെ കിച്ചൻ്റെ ഭാഗത്തു നിന്ന് പുറത്തോട്ട് ഒരു ഡോറുണ്ട്, അവിടെ നിൽക്കുമ്പം അങ്ങ് മലയുടെ മുകളിൽ കൂടി ഇങ്ങനെ ഒരു തീ ഇങ്ങനെ പറന്ന് പോകുന്ന കാണാം. അപ്പോൾ രാത്രിയിലാകുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര പേടിയാണ്, കൊച്ചു പിള്ളേരല്ലേ. അപ്പോൾ അവിടെ അന്നേരം അവിടെയുള്ള പിള്ളേരെല്ലാം കൂടെ, പിള്ളേരും അതുപോലെ അവിടുത്തെ ആൻറ്റിയൊക്കെ കഥ പറയുന്നത് എന്താണെന്നറിയാമോ? അവർ പറയുന്നത് രാത്രിയിൽ യക്ഷി പറക്കുന്ന യക്ഷിയാണ്. അതേപോലെ എന്താണ് സംഭവം? അത് അന്ന് പണ്ടത്തെ കാലം ആയതുകൊണ്ട് ചിലപ്പോൾ ആ സൈഡിലൊന്നും ഇലക്ട്രിസിറ്റി കാണത്തില്ല. അന്നേരം ഈ ചൂട്ടുകറ്റ കത്തിച്ച് പിടിച്ച് ടോർച്ചിന് പകരം എന്ത് ചെയ്യും, ശരിക്കും വെട്ടം കിട്ടാൻ വേണ്ടി സൈക്കിളേൽ ചൂട്ടുകറ്റ കത്തിച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാം മലമുകളിൽ കൂടെ. അവരുടെ വീട്ടിലോട്ട് പോകുന്ന ആ വ്യക്തി, ആൾക്കാർ വീട്ടിലോട്ട് പോകുന്നതാണ് ഈ പറക്കുന്ന തീയായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് മണ്ടത്തരങ്ങൾ നമുക്ക് ഈ സൂപ്പർസ്റ്റിഷൻ്റെ കാര്യങ്ങൾ വരുമേ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ പറക്കുന്ന യക്ഷിയാണെന്നാണ്, പക്ഷേ ആണോ? അല്ല അല്ലേ. കറ്റ ഇങ്ങനെ തീ കെട്ടി അതുകൊണ്ട് ഇങ്ങനെ ചുരുട്ടി പിടിക്കും ഇങ്ങനെ. എനിക്കതിൻ്റെ ആ പന്തം കേട്ടോ, എനിക്ക് എക്സാക്റ്റ് പേര് കിട്ടിയില്ലേ. പന്തമാണ് ഒരു സംഭവം. അതിനകത്ത് ഇങ്ങനെ തീ ഇങ്ങനെ കത്തിച്ചിട്ട് ടോർച്ച് പോലെ ആക്കി ഇങ്ങനെ നമ്മൾ പറയത്തില്ലേ, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പന്തം കൊളുത്തി പന്തളത്തി എന്നപ്പം അവിടെ പന്തവും കുത്തിപ്പട, ആ സംഭവം, ആ പഴഞ്ചൊല്ലിലെ പന്തം. ഓക്കെ, അതിങ്ങനെ സൈക്കിളെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, എക്സ്ക്യൂസ് മീ, ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. അതുപോലെ ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പോകാൻ തുടങ്ങുമ്പോൾ ഒന്ന് തുമ്മിയാൽ അതത്ര നല്ല ശകുനമല്ലെന്ന് പറയും അല്ലേ ചില ആൾക്കാർ. അല്ലെങ്കിൽ നമ്മുടെ മൂക്കുന്ന് ഭക്ഷണം കഴിക്കുന്നത് മൂക്കുന്ന് കടിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറയാമെന്ന് പറയും അല്ലേ. ഇങ്ങനത്തെ ഒക്കെ ഓരോരോ അന്ധവിശ്വാസങ്ങൾ ഒത്തിരി നമ്മുടെ സമൂഹത്തിൽ നിലകൊള്ളുന്നുണ്ടല്ലേ. എന്നാൽ പിന്നെ ചിലതൊക്കെ റിലിജനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നമ്മളൊരു ശുഭമായിട്ട് നമ്മളൊരു സംഭവത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ സമയമൊക്കെ നോക്കും അല്ലേ. രാഹു ഒക്കെ നോക്കി ഇറങ്ങാറുണ്ട് ഈ വെഡിങ് പോലത്തെ സെറമണിക്കൊക്കെ അല്ലേ. അപ്പോൾ അത് ഒരു സംഭവം എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു സംഭവം അല്ലേ. എപ്പോഴും നല്ല ടൈമിൽ ഇറങ്ങുന്നത് നല്ലതാണ് അല്ലേ. നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സൂപ്പർസ്റ്റിഷൻ എന്നൊക്കെ പറയുമെങ്കിലും അതിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട് കേട്ടോ. വിശ്വാസമല്ല, കംഫേർട്ട് സോണാണ് അത്. വിശ്വാസമല്ല, നമ്മുടെ മനസ്സിൻ്റെ ഒരു കംഫേർട്ട് സോണാണ് അല്ലേ. നമ്മളെ ഒന്ന് എല്ലാ രീതിയിലും ഒന്ന് ട്രിമ്മാക്കി അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് പോളിഷ് ആക്കി എടുക്കാൻ ഇങ്ങനത്തെ ചില ബിലീഫ്സൊക്കെ നല്ലതാണ്. എല്ലാം ഞാൻ പറഞ്ഞത് എല്ലാം ആവശ്യമില്ല. ഇപ്പോൾ ഈ കറ്റ വറക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് കാര്യമുണ്ട്, അതൊക്കെ വെറും കള്ളത്തരം അല്ലേ. അല്ലാതെ ഇങ്ങനെ നമുക്ക് ഈ ഒരു വഴിക്ക് ഇറങ്ങുമ്പം നമ്മൾ നല്ല ടൈം, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ടൈം നോക്കുക, അതൊക്കെ എനിക്ക് തോന്നുന്നു തരക്കേടില്ലാത്ത കാര്യമാണ് അല്ലേ.
ജസ്റ്റ് നമ്മൾ റിസ്ക് എടുക്കണ്ട അല്ലേ. ചിലപ്പോൾ എല്ലാവർക്കും ഈ സമയത്ത് പോയാലും നല്ലതായിരിക്കാം അല്ലേ. എന്നാലും ആ കറക്റ്റ് സമയത്തൊന്ന് പോവുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ അങ്ങ് നിൽക്കും അല്ലേ. അപ്പോൾ എൻ്റെ ഫാദർ പറയുന്നുണ്ട്, പണ്ട് എൻ്റെ ഫാദറിൻ്റെ പാരൻസ് മരിച്ചു കഴിഞ്ഞാണ് അദ്ദേഹം ജോലി കയറുന്നത്. എന്ന് പറഞ്ഞാൽ പുള്ളി ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് അപ്പച്ചനും അമ്മച്ചിയും മരിച്ചു പോകുന്നത്. അപ്പം അന്നേരമാണ്, അത് കഴിഞ്ഞാണ് അദ്ദേഹം ഈ PSC ഒക്കെ എഴുതി എക്സാമൊക്കെ എഴുതി കയറുന്നത്. അപ്പോൾ അന്ന് ജോലി കയറി കഴിഞ്ഞപ്പം പോയി ജോയിൻ ചെയ്യണമല്ലോ. അപ്പോൾ അന്ന് ആരും ഈ എന്താ പറയുന്നത് രാഹു ഒന്നും പറഞ്ഞു കൊടുക്കാൻ ഇല്ലായിരുന്നു. കാരണം പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിലല്ലേ രാഹുവും ഒക്കെ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ഇദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഫാദറിൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും അങ്ങനെയുള്ളവർ അവരെല്ലാം എല്ലാവരും ഇവരൊക്കെ ഏകദേശം ഒരേ ഏജുകാർ, ഇച്ചിരി വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം എൻ്റെ ഫാദർ പോയി ഒരു സമയത്തൊക്കെ ജോയിൻ ചെയ്തു. അതേതായാലും രാഹു ആണോ അതോ ശുഭസമയമാണോ രാഹു അല്ലാത്ത സമയമാണോ ഒന്നും അറിയത്തില്ല. അദ്ദേഹം പറയാം, ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എന്ത് രാഹു നോക്കി ഞാൻ പോയി ജോയിൻ ചെയ്തു. എന്നാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ കുഴപ്പമില്ലാതെയാണ് പോയത്. ഒരു ദേവറുബാൽ സാധാരണ പോലെ മാന്യമായി അദ്ദേഹത്തിന് പ്രൊഫഷൻ ചെയ്യാൻ പറ്റി അല്ല. നമ്മൾ പ്രൊഫഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ സക്സസ്ഫുള്ളായിട്ട് അധികം കുഴപ്പമൊന്നുമില്ലാതെ നീങ്ങുക എന്നുള്ളതാണല്ലോ പ്രധാനം. അപ്പോൾ അദ്ദേഹം അങ്ങനെ കുഴപ്പമില്ലാതെ, പക്ഷേ എന്നാൽ പിന്നെ ആ രാഹു ഒന്നും നോക്കിയല്ല പോയി ജോയിൻ ചെയ്ത്. പിന്നെ പറയും, എനിക്കതൊന്നും എൻ്റെ മദറിനെയൊക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, അതൊന്നും എനിക്കത് അറിയത്തില്ലായിരുന്നു ഇന്ന സമയത്തൊക്കെ, ഞാൻ ആ സമയത്തൊന്നും അല്ലെന്ന് തോന്നുന്നു പോയി ജോയിൻ ചെയ്ത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ പറയാമല്ലോ, ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല അല്ലേ. നമ്മളിപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഓരോരോ കാര്യങ്ങളാണ്. അതേസമയത്ത് വിശ്വസിച്ചില്ലെങ്കിലും ഒന്നും കാണത്തില്ല. അതുപോലെ ചിലടത്ത് പറഞ്ഞേക്കാം ഒരു വിശ്വാസമുണ്ട്, ഒരു ലോങ് മ്യാവിങ് ഓഫ് എ ക്യാറ്റ്. മ്യാവ് എന്നുള്ള ക്യാറ്റിൻ്റെ സൗണ്ട് ഇച്ചിരി മ്യാവെന്നിങ്ങനെ നീണ്ട് കേട്ടാൽ അത് ബാഡ് ഓമന എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, അങ്ങനത്തെ വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ ഒരുപാട് നമുക്കറിയാം, എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് പല വിശ്വാസങ്ങളുണ്ട് അല്ലേ. അതും ഇതുമൊക്കെ നമ്മൾ കാണുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേ പോകത്തുള്ളൂ അല്ലേ. അതാണ് ഞാനിപ്പോൾ പറയാം, എൻ്റെ ആ ഡ്രസ്സ് ഇടുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക ചുരിദാറിൻ്റെ എക്സാം സമയത്ത് എനിക്ക് എനിക്ക് ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് ആ ചുരിദാറിട്ടെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളൂ. എന്നാൽ പിന്നെ ചുരിദാർ നമ്മൾ പഠിക്കുന്ന അനുസരിച്ചായിരിക്കുന്നത്, പക്ഷേങ്കിൽ അത് ഒരു നമുക്കൊരു കംഫേർട്ട് സോൺ എന്നേ ഉള്ളൂ. നമുക്കറിയാം, കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ കാണും അല്ലേ, ഇങ്ങനത്തെ ഓരോ ബിലീഫ്സൊക്കെ. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കരിങ്കാക്കയെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു മൈനയെ കണ്ടാൽ അന്നത്തെ ദിവസം തല്ല് കിട്ടി എന്നാ. ആ സമയത്ത് 2 കരിങ്കാക്കയോ അല്ലെങ്കിൽ 2 മൈനയോ കണ്ടാൽ ഇന്ന് നല്ലതാണ് അല്ലേ. അല്ലെങ്കിൽ ഉപ്പൻ കാക്കയെ കണ്ട, അതിപ്പോഴും പറയും ഉപ്പൻ അല്ലേ, ഉപ്പൻ കാക്കയെ കണ്ട എൻ്റെ അമ്മോ നല്ലതാണ്, ഇന്ന് ഓക്കെ ഇന്നത്തെ ദിവസം അല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ ഒരു ബിലീവ്സാണ് അല്ലേ. പക്ഷികളെ കാണുമ്പോഴുള്ളൊരു സൂപ്പർസ്റ്റിഷ്യസ് ബിലീവ്സ്. എന്നാൽ പിന്നെ ചിലർക്കൊക്കെ അപ്പോൾ നമുക്ക് അന്നേരം ഒരു കോൺഫിഡൻസ് ആയിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അന്ന് ഭാഗത്തിന് തല്ലൊന്നും കിട്ടി കാണത്തില്ല, അല്ലെങ്കിൽ ആൻസറൊക്കെ പറയാൻ പറ്റി കാണും ടീച്ചർ ചോദിക്കും. അപ്പോൾ അത് ഞാൻ ഇന്ന് 2 മൈനെ കണ്ടിട്ടാണ് വന്നത് അല്ലേ എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ഓരോ വിശ്വാസങ്ങൾ കുട്ടികളുടെ ഇടയിൽ ഒരുപാടുണ്ട്. നമുക്കറിയാം, മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കൊക്കെ ഭക്തി കൂടുന്നത് എപ്പോഴാണ്? നമ്മൾ ഈ പരീക്ഷയ്ക്ക് മുമ്പേ, എനിക്കും അങ്ങനെ നിയമം പരീക്ഷയൊക്കെ കഴിഞ്ഞാലുണ്ടല്ലോ, പരീക്ഷയ്ക്ക് മുമ്പേ പരീക്ഷ കഴിഞ്ഞാൽ നമ്മൾ തമ്പുരാൻ്റെ കാൽപാദത്തില്ല അല്ലേ. നമ്മൾ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മാറത്തില്ല, എൻ്റെ തമ്പുരാനെ രക്ഷിക്കണേ അല്ലേ, കടന്നുകൂടണേ അല്ലേ, തിരക്കെല്ലാം രക്ഷപ്പെടണേ. അതെല്ലാവരും അങ്ങനെയല്ലേ, കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ അല്ലേ. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നമ്മൾ നേർച്ചയിടും, നമ്മൾ പ്രാർത്ഥിക്കും എങ്ങനെ എക്സാം കടന്നുകൂടാൻ സഹായിക്കണേ അല്ലേ. അതൊക്കെ ബിലീവ്സാണ്. നമ്മൾ ഏത് കാര്യത്തിനും പ്രാർത്ഥന വേണം അല്ലേ. പഠിക്കുന്നതിന് നമ്മളൊക്കെ ഒരു സ്കൂളിൽ ആദ്യം പ്രയർ സോങ്ങോട് കൂടിയാണ് ക്ലാസ് സ്കൂളിൻ്റെ അസംബ്ലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് അല്ലേ. അതുപോലെ ക്ലാസ്സിലാണെങ്കിലും പ്രയറുണ്ട്, പ്രയർ കഴിഞ്ഞിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. അതൊക്കെ നമ്മുടെ ആവശ്യമാണ് അല്ലേ. നമ്മുടെ എഡ്യൂക്കേഷനും അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും എനിക്കറിയാം, നമ്മൾ ടീച്ചിങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സ് എല്ലാം കൂടെ പ്രാർത്ഥിച്ചിട്ടാണ് ക്ലാസ് റൂമുകളിലോട്ടൊക്കെ പോകുന്നത് അല്ലേ. ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ
അറിയാം, നമ്മൾ ആ സ്ഥാപനം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ദൈവം തമ്പുരാൻ്റെ മുന്നിൽ വിളക്ക് കത്തിച്ചിട്ടാണ് അല്ലേ. ക്രിസ്ത്യൻസ് ആണെങ്കിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ മുന്നിൽ, ഹിന്ദുസ് ആണെങ്കിൽ അവരുടെ ഗോഡിൻ്റെ, മുസ്ലിംസ് ആണെങ്കിൽ അവരുടെ രീതിയിൽ അല്ലേ. എല്ലാവരും ആ റിലീജിയസ് ആ ഒരു ഓഫറിങ് അവരുടെ ഗോഡിന് തിരിയൊക്കെ തെളിയിച്ച് കഴിഞ്ഞിട്ടാണ് അവർ ഷോപ്പിലോട്ട് കയറുന്നത്. അല്ലെങ്കിൽ ഏത് ബിസിനസ്സാണെങ്കിലും ഏത് വർക്കാണെങ്കിലും പ്രയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു ബിലീഫാണ്. അപ്പോൾ നമുക്ക് സൂപ്പർസ്റ്റിഷൻ എന്ന് പറയാനൊക്കത്തില്ല, പക്ഷേ അതൊക്കെ വിശ്വാസങ്ങൾ ബേസ് ചെയ്തുള്ള കാര്യം, അതൊക്കെ സത്യവുമാണ് അല്ലേ. നമുക്കൊന്നും തെറ്റാന്ന് പറയാനൊക്കത്തില്ല. അത് വല്ല നിരീശ്വരവാദികളൊക്കെ ആയിരിക്കും അങ്ങനെ പറയുന്നത് അല്ലേ. പക്ഷേ അതൊന്നും സൂപ്പർസ്റ്റിഷൻ അല്ല, അതൊക്കെ ബിലീഫ്സിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. എന്നാൽ പിന്നെ ചിലർ ഇതൊക്കെ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ട് കാണുന്ന വിഭാഗങ്ങളുണ്ട്, പക്ഷേ അതൊക്കെ അന്ധവിശ്വാസങ്ങൾ, ഇതൊക്കെ വിശ്വാസങ്ങളുടെ ഒരു ഭാഗമാണ്. അതുപോലെ ചിലയിടത്ത് വിശ്വാസം കൊണ്ട് നമുക്ക് രാത്രി സമയങ്ങളിൽ നഖം വെട്ടരുത് അല്ലേ, നഖം വെട്ടിക്കൂടാ. പിന്നെ അങ്ങനത്തെ ചില വിശ്വാസം കൊണ്ട് കത്രിക വെറുതെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതിട്ടിങ്ങനെ അനക്കരുത് അല്ലേ, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ നമുക്കറിയാം. രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ നോമിനേഷനൊക്കെ കൊടുക്കണമെങ്കിൽ അവർ ആ സമയമൊക്കെ കൃത്യമായിട്ട് നോക്കി നല്ല സമയത്താണോ ഇത് കൊടുക്കുന്നത് അല്ലേ, അതൊക്കെ നോക്കിയിട്ടേ അവർ കൊടുക്കുകയുള്ളൂ. ചുമ്മാ ചാടിക്കയറിയൊന്നും നോമിനേഷനൊന്നും ഒരു രാഷ്ട്രീയക്കാരൊന്നും കൊടുക്കത്തില്ല. അതുപോലെ ഫിലിം മേഖലയിലുള്ളവർക്ക് നമ്മൾ ഈ ഫിലിം പൂജ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലേ. നമ്മൾ പറയാം എല്ലാ വിശ്വാസങ്ങളുടെയും ഗോഡിനെ വെച്ചിട്ട് അവർ വിളക്കൊക്കെ കത്തിച്ച് ചെയ്യും അല്ലേ. പൂജ കഴിഞ്ഞാണല്ലോ ഓരോ ഇതൊക്കെ ഷൂട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ പ്രയറിനും അതുപോലെ ഇങ്ങനത്തെ വിശ്വാസങ്ങൾക്ക് സ്ഥാനമുണ്ട്. ഓക്കെ, അതുപോലെ ശുഭമായ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലേ. പ്രത്യേക ദിവസത്തിൽ നമുക്ക് ഇന്നത് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന നോമിനേഷൻ കൊടുക്കേണ്ട ഒരു നല്ല ദിവസം നോക്കി നോമിനേഷൻ കൊടുക്കാം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഒത്തിരി അങ്ങനത്തെ വിശ്വാസങ്ങൾ നിലനിന്ന് പോകുന്നതാണ്. നമുക്കറിയാം വളരെ ഉയർന്ന നിലകളിലിരിക്കുന്ന ആൾക്കാർ വരെ ഇങ്ങനത്തെ ചില വിശ്വാസങ്ങളൊക്കെ ഉള്ളവരായിരിക്കും അല്ലേ. അവർ ഓരോ രാശിയിലും അതുപോലെ ഓരോ എന്താ പറയുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ വിശ്വാസം, ചിലതൊക്കെ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് ആയിരിക്കാം, പക്ഷേ എന്നാൽ ചിലതൊക്കെ ചെറിയ അർത്ഥങ്ങളുള്ളതായിരിക്കും. അതുപോലെ പൊട്ടിയ കണ്ണാടിയിൽ നോക്കരുത് അല്ലെ, ബ്രോക്കൺ മിററിൽ നോക്കാൻ പാടില്ല, കണ്ണാടി പൊട്ടിയാൽ 7 വർഷം ദോഷമാണ്, ബാഡ് ലക്കാണ് അല്ലേ. ഇതൊക്കെ ഒരുപാട് വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമ്മൾ ഒരു എന്താ പറയുന്നത് ഒരു ലോജിക്ക് അനുസരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ചില ബിലീഫ്സിലൊന്നും യാതൊരു അർത്ഥവുമില്ല അല്ലേ. ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്, സയൻറ്റിഫിക്കലി ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ അത് ഒത്തിരി വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ ബിലീഫ്സും നാടോടി കഥകളിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ വർഷങ്ങൾ കഴിയുമ്പം അതിങ്ങനെ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത പോലെ തന്നെ നമ്മൾ മനസ്സിൽ ഉറച്ചു കഴിയും അല്ലേ. ആൻഡ് ഡിസ്പൈറ്റ് ഓൾ ദ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്സ് ദേ ആർ നോട്ട് ഗോയിങ് എനിവെയർ സൂൺ. ഇപ്പം എത്ര സയൻസിൽ അഡ്വാൻസ്ഡ് ആയെന്ന് പറഞ്ഞാലും ഇപ്പം ആസ്ട്രോനോട്ട്സൊക്കെ പിന്നെ സ്പേസിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അവർ പ്രത്യേക ടൈമും ശുഭമായ സമയവും ഒക്കെ നോക്കിയിട്ടായിരിക്കും പോകുന്നത് അല്ലേ. അപ്പം എത്ര അഡ്വാൻസ്ഡ് ആയെന്ന് പറഞ്ഞാൽ നമുക്ക് ചില വിട്ടുപോകാത്ത ചില ബിലീവ്സ് ഉണ്ട്, അതെന്നും മനുഷ്യൻ്റെ കൂടെ കാണും. നമ്മൾ ഇപ്പോഴും അതുകൊണ്ടല്ലേ നമ്മൾ തിരുവോണം സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ലേ, അങ്ങനത്തെ ഓരോ ഫെസ്റ്റിവൽസൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ ആ ഒരു ബിലീഫ് പണ്ട് നടന്നതിനെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നു. തിരുവോണം മാത്രമല്ല എല്ലാ റിലിജൻ്റെയും അല്ലേ വിശ്വാസങ്ങളുണ്ട്. നമുക്കറിയാം റംസാനുണ്ട്, ക്രിസ്മസ് ഉണ്ട്, പിന്നെ അതുപോലെ നമുക്കറിയാം വേറെ ഒരുപാട് ദീപാവലിയുണ്ട് അല്ലേ. ഇങ്ങനത്തെ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. പണ്ട് നടന്ന കാര്യങ്ങളെ ഓർത്താണ്. നമുക്കറിയാം ജീസസ് ക്രൈസ്റ്റ് ജനിച്ചതിൻ്റെ ആ ഒരു മെമ്മറിക്കാണ് എപ്പോഴും നമ്മൾ ക്രിസ്മസ് December 25 ആചരിക്കുന്നത് അല്ലേ. സ്റ്റാർസ് എല്ലാവരും
തൂക്കുന്നതും, അതുപോലെ ഓണത്തിനെ ബേസ് ചെയ്യാൻ അത്തപ്പൂ ഇടുന്നത് അല്ലേ. അത്തം 10-ന് പൊന്നോണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്തപ്പൂ അല്ലേ 10 ദിവസം ആചരിച്ച് അത്തപ്പൂക്കെ ഇട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്, സദ്യ കഴിക്കുന്നതിൻ്റെ രീതി, ഇലയെ കഴിക്കുന്ന സ്റ്റൈല് അല്ലേ, അതൊക്കെ പരമ്പരാഗതമായിട്ട് നമുക്കിങ്ങനെ ആ ബിലീഫ് വന്നതാണ് അല്ലേ. അതുപോലെ പിന്നെ ദീപാവലിക്ക് വിളക്ക് തെളിയിക്കും അല്ലേ. അങ്ങനത്തെയൊക്കെ ഒരുപാട്. പിന്നെ മുസ്ലിംസിനാണെങ്കിൽ അവരുടേതായുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അത് ഹിന്ദൂസിൻ്റെ ആണോ ചടങ്ങെന്ന് എനിക്ക് ആണെന്ന് തോന്നുന്നു. ഒരു മൂണിനെ ഇങ്ങനെ അവർ കണ്ടിട്ട് ഹസ്ബൻഡ് വൈഫിന് എന്തോ ഒരു മധുരം കൊടുക്കുന്ന ആ ഒരു ചടങ്ങ്, ഞാൻ മൂണിനെ ഇങ്ങനെ ഒരു റൗണ്ടിൽ കൂടി ഇങ്ങനെ അവർ നോക്കുന്ന അത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു ചടങ്ങ്. എനിക്ക് അതിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് അല്ലേ. അങ്ങനെ അതൊക്കെ ബേസ് ചെയ്യാറ് നമ്മുടെ നമുക്ക് റിലീജിയസ് ബിലീഫ്സ് ഉള്ളവർക്കൊക്കെ അവരുടെ വിശ്വാസങ്ങളെ അധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങളുണ്ട് അല്ലേ. അപ്പം ഇതിൽ നിന്നും നിരീശ്വരവാദികളൊക്കെ ഇതൊക്കെ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് എന്ന് പറയും അല്ലേ. ദൈവത്തിൽ വിശ്വസിക്കാത്തവർ, പിന്നെ നാച്ചുറലിസം, പ്രകൃതിയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നവരുണ്ട് അല്ലേ. ഈ പ്രകൃതി അമ്മയാണ്, പ്രകൃതിയുടെ ശക്തി, എനർജിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ ആൾക്കാർക്ക് എന്താണ് നൽകുന്നത്? ഇങ്ങനത്തെ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ്. നമ്മളതിനെ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് പുച്ഛിച്ച് തള്ളാനൊക്കത്തില്ല അല്ലേ. എന്നാൽ പിന്നെ ആവശ്യമില്ലാത്ത ചില വിശ്വാസങ്ങളുണ്ട് അല്ലേ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനത്തെ വിശ്വാസം നോക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അധോഗതിയായിരിക്കും. അതൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനത്തെ വിശ്വാസങ്ങളൊന്നും നോക്കി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വളരെ സോർട്ടായിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ, നമുക്ക് അത്രയ്ക്ക് ഉറപ്പുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇങ്ങനത്തെ വിശ്വാസങ്ങൾ നോക്കാം. അതുപോലെ ഇത് നമുക്കൊരു സെൻസ് ഓഫ് കൺട്രോൾ തരുന്നു അല്ലേ. അതുപോലെ നമ്മുടെ ടെൻഷനെ ഈസി ചെയ്യാൻ, നമുക്ക് കോൺഫിഡൻസ് തരാൻ ഇത് സഹായിക്കുന്നു. ശുഭമായ ഒരു സമയത്ത് ഞാൻ ഇറങ്ങിയ നല്ല സമയത്താണ്, ഞാനല്ലെങ്കിൽ ഇന്ന് ഇതൊക്കെ കഴിഞ്ഞ് ഈ പ്രയറൊക്കെ കഴിഞ്ഞ് ഞാൻ എക്സാമിന് പോയത്, ഞാൻ പഠിച്ചതെല്ലാം ഓർക്കും അല്ലേ. അപ്പം നമ്മുടെ മൈൻഡ് സ്വസ്ഥമാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കെല്ലാം ഓർമ്മ കിട്ടും. നമ്മൾ വ്യാകുലമായ ഒരു മനസ്സാണെങ്കിൽ നമുക്ക് ഉള്ളതുപോലും ഓർമ്മ കിട്ടത്തില്ല അല്ലേ. നമ്മളോരോ മണ്ടത്തരങ്ങൾ കാണിക്കും. അതുകൊണ്ട് നമുക്ക് ദിസ് വൈ ഈ സൂപ്പർസ്റ്റിഷൻ നമുക്ക് കംപ്ലീറ്റ്ലി നിഗ്ലക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അത് നമുക്ക് ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പം, നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകുമ്പോഴൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും സംഭവിച്ചത് അല്ലേ എന്നുള്ള ഓരോ ചിന്തകൾ വരും. ഇങ്ങനെ ഇത് ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായത്, നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും. അതുപോലെ വലിയ യുദ്ധങ്ങൾ ഒക്കെ നടക്കുമ്പോഴും, അതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഫാമിലി, നമ്മുടെ വീട്ടിൽ തന്നെ ഓരോ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തേടാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലേ എന്നൊക്കെ. ഇതുകൊണ്ടായിരിക്കും, ഇത് വേണ്ടിയിരുന്നില്ല അല്ലേ. ചില പ്രത്യേക ചെടികൾ വെക്കുന്നത് ശരിയല്ലെന്ന് പറയും അല്ലേ. ചില ചെടികൾ നല്ലതാണ് വെക്കുന്നതെന്ന് പറയും അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ തന്നെ ഓരോ സ്ഥാനങ്ങൾ വരെയുണ്ട് ഓരോ സംഭവങ്ങൾ വെക്കുന്നതിന് അല്ലേ. നമുക്കൊന്നും എല്ലാവർക്കും ആ സ്ഥാനമൊന്നും അറിയത്തില്ലായിരിക്കും, എല്ലാവരും ഓരോ രീതിയിലൊക്കെ ആയിരിക്കും വെക്കുന്നത് അല്ലേ. പക്ഷേങ്കിൽ എല്ലാത്തിനും ഇപ്പം നമുക്കറിയാം അടുപ്പൊക്കെ എപ്പോഴും കിഴക്ക് ഭാഗത്താണ് വീടിൻ്റെയൊക്കെ പണി കഴിപ്പിക്കുന്നത് അല്ലേ. കിച്ചൺ എപ്പോഴും ഈസ്റ്റിലേക്കായിരിക്കും അല്ലേ. അപ്പം സൺ റൈസ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും. അങ്ങനത്തെയൊക്കെ ഒരുപാട് ബിലീഫ്സ് മനുഷ്യരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് സൂപ്പർസിഷൻ അതിൽ ഒന്നും സയൻറ്റിഫിക്കലി ആൾക്കാരില്ലാതെ സൂപ്പർസിഷൻ എന്ന് പറഞ്ഞാലും നമുക്കതിനെ മൊത്തം സൂപ്പർസിഷൻ എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കാനൊക്കത്തില്ല അല്ലേ. നമ്മുടെ സൊസൈറ്റി ഒരു കൺട്രോൾഡായിട്ട് നിലനിന്ന് ഒരു എന്താ പറയുന്നത് ഒരു കോൺഫിഡൻറ്റ് സൊസൈറ്റിയായിട്ട് നിലനിൽക്കുന്നതിൻ്റെ ഈ സൂപ്പർസിഷനൊക്കെ ഒരു പ്രധാന പങ്കുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഒരു അച്ചടക്കവും ഒരു ചിട്ടയും ഒരു പരിധി വരെ ചിലപ്പോൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും അല്ലെ. നമ്മൾ ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കുറയ്ക്കാൻ നമ്മൾ ഇത്രയിലെ വിശ്വാസങ്ങൾ ഒരു പരിധി വരെ നമുക്ക് സഹായിക്കും. നമുക്ക് കോൺഫിഡൻസ് തരാനത് നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എനിക്ക് സൂപ്പർസിഷനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാ അന്ധവിശ്വാസങ്ങളും നല്ല പറഞ്ഞത്, എല്ലാ അന്ധവിശ്വാസങ്ങളും നല്ലതല്ല. അന്ധവിശ്വാസങ്ങൾ പാടില്ല. പുരോഗമന ചിന്താഗതി വളരെ നല്ലതാണ്. പക്ഷേ എന്നാലും നമ്മുടെ സൊസൈറ്റി നമ്മുടെ ചില വാല്യൂസ് ആൻഡ് മോറൽസിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും വാല്യബിളാണ് അല്ലേ. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് അല്ലേ.
നമ്മൾ കംഫർട്ടബിളാണോ എല്ലാം നല്ലതാണ് അല്ലേ. നമുക്ക് ഏതാണ് ഏറ്റവും കംഫർട്ടബിൾ അത് നമ്മൾ ഫോളോ ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഒരു മോഡേൺ ചിന്താഗതി എന്ന് പറയുന്നത് നമ്മൾ കംഫർട്ടായിട്ടുള്ള സംഭവം ഉപേക്ഷിച്ചിട്ട് നമുക്ക് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് എല്ലാം പ്രശ്നങ്ങളായിരിക്കും അല്ലേ. അല്ലാതെ ഇല്ലാത്ത ഒരു വിശ്വാസം നമ്മൾ എടുക്കാൻ നോക്കിയാലും പ്രശ്നമാണ് അല്ലേ. നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ ഏതാണ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക അല്ലേ, കോൺഫിഡൻസോടുകൂടി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സൂപ്പർസ്റ്റിഷനെ കുറിച്ച് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇനിയും പിന്നെ വേറൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, ലൈവ് ഞാൻ ഇടയ്ക്ക് എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ നോട്ടിഫിക്കേഷനൊക്കെ ഇട്ട് ചെയ്യും. കാരണം എനിക്ക് ചിലപ്പം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇത് ക്യാൻസലാക്കുവാണ് എന്ന് പറഞ്ഞ് പിന്നെ എഴുതണം അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് ലൈവിലെടുക്കാതെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ടങ്ങ് എഴുതും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, ഇനി കേട്ടോണ്ടിരുന്നതല്ല ലൈവ് പറയുന്നതാണ്, എൻ്റെ വീഡിയോ കാണാൻ പോകുന്ന എല്ലാവർക്കും അത് കേൾക്കാൻ പോകുന്ന എല്ലാവർക്കും ഞാൻ മുൻകൂറായിട്ട് നന്ദി അറിയിക്കുന്നു. ഓക്കെ, ഇത് വീഡിയോ കണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ലൈക്കും ഷെയറും ഒക്കെ കൊടുക്കണം. നിങ്ങൾ നല്ല കമൻസ് ഇടുക. പുതിയ പുതിയ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ കമൻസിൽ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, എനിവേ താങ്ക് യു, താങ്ക്സ് ലോട്ട്, നന്ദി, നമസ്കാരം.